ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുടംപുളിയാണ് ഞാനിന്നിവിടെ അച്ചാറിടുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കുടംപുളി എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കിയ വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് കലക്കി വെക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുടംപുളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ വഴുവഴുപ്പും അതുപോലെ തന്നെ ആ ചവർപ്പൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. അതിനുശേഷം ഇതൊരു അരിപ്പയിലേക്കൊന്ന് ഊറ്റിയെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഒരു ഗ്രൈൻഡറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഇട്ട് കൊടുക്കുക. അപ്പം വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്തിട്ടില്ല, ഇഞ്ചി ചെറിയൊരു പീസ് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കുടംപുളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടുകും കൂടിയും പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ എല്ലാം യോജിച്ച ശേഷം ഇതിലേക്ക് ഇത് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം കാരണം ഇതിൽ കൂടുതൽ പുളി ഉള്ളതായതുകൊണ്ട് സുർക്കൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അവസാനമായിട്ട് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ശർക്കര ചീകിതിട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര ചീകിതിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കുടംപുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.